അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, വളരെയേറെ സന്തോഷത്തോടെ ഒരു മാസക്കാലത്തെ നിരന്തരമായ ഇബാദത്തുകൾ നിർവഹിക്കുവാൻ സാധിച്ചതിൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടും അവന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ടും ഈ സമയം വരെയും നമ്മൾ മുഴക്കിക്കൊണ്ടിരുന്ന ആ തക്ബീറിൻ്റെ കൃത്യമായ മാനസികമായ ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഈ ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വീകാര്യത നമുക്കെല്ലാവർക്കും ലഭ്യമാകുവാനുള്ള പ്രാർത്ഥനയുടെ സമയമാണിത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദ്യമായ പെരുന്നാളിൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. നമ്മൾ ആ ആശംസകൾ കൈമാറുമ്പോൾ പോലും തഖബ്ബലല്ലാഹു മിന്നാ വമിൻക്, എന്നിൽ നിന്നും നമ്മളിൽ നിന്നും എല്ലാവരിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്നുള്ളതാണല്ലോ നമ്മൾ പ്രാർത്ഥനാ രൂപത്തിൽ ആശംസാവാചകമായി പറയാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നിർവഹിച്ചു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ എല്ലാ കർമ്മങ്ങളും യാതൊരുവിധ ന്യൂനതകളും ഇല്ലാത്ത നിലക്ക് പരിപൂർണമായും നമ്മളിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. സ്വീകാര്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വശം. അതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുവാൻ ഏത് കാലഘട്ടങ്ങളിലും രണ്ട് നിബന്ധനകളുണ്ട്. ഒന്ന്, നമ്മൾ ചെയ്യുന്ന ഏത് കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയും പൊരുത്തവും മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം, അഥവാ തൗഹീദിൽ അധിഷ്ഠിതമായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കൃത്യമായ ആ തൗഹീദിൻ്റെതായ ആശയങ്ങൾക്ക് വിരുദ്ധമായി ആര് എന്ത് പ്രവർത്തനങ്ങൾ നടത്തിയാലും അവൻ്റെ ഒരു കർമ്മങ്ങൾക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയില്ല എന്നുള്ള കാര്യം നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. രണ്ടാമതായി, നാം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചര്യകളെ അനുധാവനം ചെയ്തുകൊണ്ട് അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള മാർഗങ്ങളെ പിന്തുടർന്നുകൊണ്ടായിരിക്കണം. അതല്ലാത്ത നിലക്കുള്ള പുതിയ സമ്പ്രദായങ്ങളും ആചാരങ്ങളും ഇസ്ലാം അനുവദിച്ചിട്ടില്ല എന്നുള്ളതും ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതാണ്. ഒരു മാസക്കാലത്ത് നമ്മുടെ അധ്വാനം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ചിന്ത നമുക്ക് ഈ സന്ദർഭത്തിൽ ഉണ്ടാകണം. എന്തിനാണ് നമ്മൾ പട്ടിണി കിടന്നുകൊണ്ട് പകലന്തിയോളം നമ്മൾ വ്രതമനുഷ്ഠിച്ചതെന്തിനായിരുന്നു? രാത്രികളിൽ നമസ്കരിച്ചതെന്തിനായിരുന്നു? സക്കാത്ത് നൽകിയതെന്തിനായിരുന്നു? അതേപോലെ തന്നെ ഖുർആൻ പാരായണം നടത്തിയതെന്തിനായിരുന്നു? നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന നന്മകളൊക്കെ നമ്മൾ വർദ്ധിപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? നമുക്ക് തഖ്വ വർദ്ധിക്കുവാനുള്ള ലക്ഷ്യമാണ് നമുക്കുണ്ടായിരുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുവാൻ എന്ന്. നമുക്ക് തഖ്വ വർദ്ധിപ്പിക്കുവാൻ ആവശ്യമായ കാര്യങ്ങളാണ് നിരന്തരമായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു തിന്മകളിലേക്കും നമ്മൾ കണ്ടോ കാതോ കൽബോ അയച്ചില്ല. ആ അവസരങ്ങളിലൊക്കെ നമ്മൾ വലിയ നിയന്ത്രണം പാലിച്ചു. നമുക്ക് വലിയ ആത്മനിയന്ത്രണമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മോശപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി ആരെന്ത് പ്രവർത്തനവും പ്രകോപനവും ഉണ്ടാക്കിയാൽ പോലും നമ്മൾ നിയന്ത്രിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും ആ നിലക്കുള്ള സൂക്ഷ്മതയാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. പല ആളുകളും പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ അവർ അള്ളാഹു നിഷിദ്ധമാക്കിയ സംഗതികളാണല്ലോ എന്ന നിലക്ക് ഓഫ് ചെയ്തിരുന്ന പലതും വിശുദ്ധ റമദാൻ കഴിഞ്ഞ് ശവ്വാലിലേക്ക് കടന്നാൽ ഓണാക്കാറാണ് പതിവുള്ളത്. ഇതൊരു സത്യവിശ്വാസിക്ക് ചേർന്നതല്ല. ബിഅ്സൽ ഖൗം, ഒരു ജനത എത്ര ചീത്തയാണ്.
എത്ര വൃത്തികെട്ട സ്വഭാവമാണത്. അല്ലദീന ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫീ റമദാൻ. അവർ അള്ളാഹനെ മനസ്സിലാക്കുന്നില്ല റമദാൻ മാസത്തിലല്ലാതെ. റമദാനിൽ വലിയ ഒരു പ്രത്യേകമായ ഭക്തി, റമദാനിൽ ഒരു പ്രത്യേകമായ നിലക്കുള്ള ഒരു ആത്മനിയന്ത്രണം. എന്നാൽ ആ റമദാൻ കഴിഞ്ഞാലോ അള്ളാഹുവിനെ അവർ മറക്കുകയാണ്. വാസ്തവത്തിൽ അള്ളാഹു റമദാനിൽ മാത്രമാണോ എല്ലാവരോടൊപ്പമുള്ളത്? ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ മേൽ സദാ നിരീക്ഷകനായിട്ടുണ്ട്. അത് റമദാൻ മാസത്തിൽ എന്ന് അള്ളാഹു പറഞ്ഞോ? ഏത് കാലത്തും ഏത് സെക്കൻഡിലും ഓരോ മൈക്രോ സെക്കൻഡുകളിൽ പോലും നമ്മുടെ വാക്കുകളും നോക്കുകളും പ്രവർത്തനങ്ങളും എല്ലാം റഹ്മാനായ റബ്ബ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞില്ലേ, നിയന്ത്രണങ്ങളുടെ ചങ്ങലകൾ പൊട്ടിച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ടൊരു നല്ല പ്രത്യേകമായ നിലക്ക് വേറൊരു ജീവിതം നമുക്ക് ജീവിച്ചു തുടങ്ങാമെന്നുള്ള കാഴ്ചപ്പാട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ വ്രതാനുഷ്ഠാനം ബാത്തിലായി പോവുകയാണ് അതുകൊണ്ടുണ്ടായിത്തീരുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. മരണം വരെ നീ നിന്റെ യജമാനനായ റബ്ബിന് ആരാധനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കണം. റമദാൻ മാസത്തിൽ എന്നല്ല, മരണം വരെ വിശ്വാസി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ മാനിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും സൂക്ഷ്മതയോടുകൂടെ ജീവിക്കേണ്ടവനാണ്. പരിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്തിരുന്ന നമ്മുടേതായ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. നിസ്കാരത്തിൽ ജമാഅത്തിൽ കണിശത പുലർത്തി, രാത്രി നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധയുള്ളവരായി, ഖുർആൻ പാരായണത്തിലും ദിക്റുകളിലും ദുആകളിലും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിലുമൊക്കെ നമ്മൾ എല്ലാ അർത്ഥത്തിലും നിയന്ത്രണം പാലിച്ചവരാണ്. ആ നിയന്ത്രണങ്ങളെല്ലാം നമ്മൾ തുടർന്നു പോവുകയാണ് ചെയ്യേണ്ടത്. ആഘോഷങ്ങൾക്ക് ഇസ്ലാം ചില രീതികൾ കൽപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിലെ ആഘോഷങ്ങളൊക്കെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ളതും അവൻ ചെയ്ത അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ടുള്ളതുമാണ്. വലിതുക്മിലുൽ ഇദ്ദ, നിങ്ങൾക്ക് നിശ്ചയിച്ച എണ്ണം പൂർത്തീകരിക്കുവാൻ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി നമ്മൾ 30 നോമ്പ് അനുഷ്ഠിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. വലിതുകബ്ബിറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുവാനും. അതാ തക്ബീറുകൾ. എന്തിനാണ് തക്ബീറുകൾ? എന്തിനാ നമ്മൾ അള്ളാഹനെ മഹത്വപ്പെടുത്തുന്നത്? എന്തിനാ റബ്ബിന് സ്തുതി പറഞ്ഞത്? എന്തിനാ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വലില്ലാഹിൽ ഹംദ് എന്നൊക്കെ പറഞ്ഞത് എന്തിനാണ്? അലാമാ ഹദാകും, അല്ലാഹ് നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് നന്ദി പറഞ്ഞുകൊണ്ട്, വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി ചെയ്യുവാൻ വേണ്ടിയും. എന്താണ് അവിടെ ഹദാക്കും എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കവൻ നേർവഴി കാണിച്ചു തന്നു, അങ്ങനെ മുസ്ലിമീങ്ങളായി, അങ്ങനെ നിങ്ങൾക്ക് റമദാനിൽ നോമ്പനുഷ്ഠിക്കാൻ പറ്റി, നിസ്കാരത്തിൽ കണിശത പുലർത്തി, അള്ളാഹുവിന് ഇഷ്ടമുള്ള എന്തൊക്കെ സൽക്കർമ്മങ്ങളുണ്ടോ നിങ്ങൾ വർദ്ധിപ്പിച്ചു. അതൊക്കെ നിങ്ങൾക്കൊരു മാസം ചെയ്യാൻ ആരാണ് തൗഫീഖ് നൽകിയത്? അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ അതിൻ്റെ പേര് നിങ്ങൾ മഹത്വപ്പെടുത്തുകയാണ്, അവന് സ്തുതി പറയുകയാണ്. അതിന് വിരുദ്ധമായി കൊണ്ടുള്ള ഒരാഘോഷങ്ങളിലും ഒരു വിശ്വാസിയും ഏർപ്പെടുവാൻ പാടില്ല. പലരും പല നൈറ്റുകൾ എന്ന പേരിൽ, പല രാവുകൾ എന്ന പേരിൽ നമ്മുടേതായ വ്രതാനുഷ്ഠാനത്തിന്റെ തഖ്വയും ആ സൂക്ഷ്മതയും കളഞ്ഞുകുളിക്കുവാൻ വേണ്ടി പലയിടങ്ങളിലും പല പാർട്ടികളും പലരും സംഘടിപ്പിക്കും. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് എന്നും ഉറച്ച നിലപാടുണ്ട്. അവനറിയാം എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന്, അവനറിയാം എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടാത്തത് എന്താണെന്ന്. ആ പ്രത്യേകമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു വിശ്വാസി ഏത് വേദിയിലും പങ്കെടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ ഈദിന്റെ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുവാൻ പാടുള്ളൂ. എല്ലാ അർത്ഥത്തിലും നമ്മൾ ചൊല്ലിയ തക്ബീറുകൾ, ആ തക്ബീറുകൾ മുഴുവനും നമുക്ക് ഉറച്ച ഈമാൻ പ്രദാനം ചെയ്യുന്നവയാണ്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അവനാണ് സർവസ്തുതിയും, അവനിലാണ് ബരമേൽപ്പിക്കുന്നത് എന്ന അർപ്പണബോധം പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാലഘട്ടങ്ങളിലും വിശ്വാസിക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നത് ആ പ്രഖ്യാപനമാണ്. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ, ഞങ്ങളുടെ രക്ഷാധികാരി അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ പറയൂ പ്രവാചകരെ, അല്ലാഹു തീരുമാനിച്ചതും വിധിച്ചതുമല്ലാത്തതൊന്നും ഞങ്ങൾക്ക് ബാധിക്കുകയില്ല എന്ന്. ആ നിലക്കുള്ള പ്രത്യേകമായി ഒരു സാഹചര്യത്തിലും ഭയങ്ങളും ആശങ്കകളും നിലനിൽക്കുമ്പോഴും വിശ്വാസി തന്റെ റബ്ബിലേക്കാണ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, റബ്ബിനോടാണ് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, റബ്ബിലാണ് അവനെല്ലാം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതവന്റെ മനസ്സിന് നൽകുന്ന സ്വസ്ഥതയും സമാധാനവുമെന്നും
അല്പമല്ല, അത് വളരെയേറെ വിശ്വാസിക്കേ അതിൻ്റെ മാധുര്യം അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ജീവിക്കുവാനുള്ള എല്ലാ പരിശീലനങ്ങളും വിശ്വാസികൾ നേടിയെടുക്കേണ്ടതുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാചകം നമ്മൾ ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലളിത ജീവിതവും ശീലിക്കണം, ലാളിത്യമുള്ള ജീവിതവും നിങ്ങൾ ശീലിക്കണം. എല്ലാ കാലത്തും ആഡംബര ജീവിതത്തിലേക്കായിരിക്കരുത് നിങ്ങളുടെ കണ്ണുകൾ. കാരണം അടുത്ത വാചകം ശ്രദ്ധിക്കുക, ഫഇന്ന നിഅമ, അനുഗ്രഹങ്ങളൊന്നും ലാ തദൂമു, അതെന്നൊന്നും നിലനിന്നുകൊള്ളണമെന്നില്ല. ഇപ്പോൾ തന്നെ സൂചനകൾ കിട്ടിക്കഴിഞ്ഞു. പലതിനും പല വിധത്തിലുള്ള പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞു. എല്ലാ നിലക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ തീരുമാനമാണ്. മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ശരീരം എൻ്റെ തീരുമാനമാണ്, എൻ്റെ ലൈഫ് ഞാനാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അടിച്ചു പൊളിച്ച് ജീവിച്ചിരുന്നവർക്കൊക്കെ പുനരാലോചനയുടെ സമയമായിട്ടുണ്ട്. വരുമാനങ്ങൾ നിൽക്കും, വരവുകൾ നിന്നുപോകും, പലയിടങ്ങളിലും പ്രതിസന്ധികൾ വന്നു പോകും. അതൊക്കെ അള്ളാഹു നിശ്ചയിച്ചത് അതാതിന്റെ സമയങ്ങളിൽ നടക്കും. അതുകൊണ്ട് തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ജീവിതത്തിൽ കുറച്ചൊക്കെ പ്രയാസങ്ങൾ സഹിക്കാനുള്ള, ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടുള്ള ജീവിതവും നിങ്ങൾ ശീലിക്കണം. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കാലത്തും നിലനിന്നുകൊള്ളണമെന്നില്ല എന്ന് അത് നമ്മൾ പരിശീലിക്കണം. സമൂഹത്തിൽ ആർഭാടങ്ങളും തോന്നിവാസങ്ങളും വൃത്തികേടുകളും പണക്കൊഴുപ്പിന്റെ പേരിൽ കാട്ടിക്കൂട്ടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്നുകൊണ്ടുള്ള ഒരവസ്ഥ സമൂഹത്തിൽ സംജാതമാകുമ്പോൾ വളരെയേറെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ പാഠം പഠിക്കേണ്ടതുണ്ട് എന്നാണ് ഇത്തരത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ പെരുന്നാളുകൾ എന്ന് പറയുന്നത് ബന്ധങ്ങൾ ഊഷ്മളമാക്കുവാനുള്ളതാണ്. എല്ലാ സമൂഹങ്ങൾക്കും ആഘോഷങ്ങളുണ്ട്. ഇത് നമ്മുടെ ആഘോഷമാണ്, നമ്മുടെ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഒക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ ബന്ധപ്പെട്ട ആളുകൾക്ക് സന്തോഷം പകരുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്. സൃഷ്ടികളിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കടമകളുള്ളവരാണ് നമ്മുടെ മാതാപിതാക്കൾ, അതേപോലെ തന്നെ നമ്മുടെ ഇണകൾ, അതേപോലെ സന്താനങ്ങൾ, ബന്ധുമിത്രാദികൾ. എല്ലാവരോടും എല്ലാ അർത്ഥത്തിലും സന്തോഷം അവരുടെ മനസ്സിന് പകർന്നു തരുന്ന നിലക്ക് ഇടപെടലുകളും അതുപോലെ തന്നെ അവരുമായുള്ള ബന്ധങ്ങൾ നിലനിർത്തി ഒരു പിണക്കങ്ങളുമില്ലാത്ത ജീവിതത്തിലേക്ക് കഴിഞ്ഞ കാലത്തിൽ നമ്മളൊക്കെ ഉത്ബോധിപ്പിച്ചിരുന്നത് പോലെ പിണക്കങ്ങളുള്ളവരുടെ അമലുകൾക്ക് റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യത ഉണ്ടാവില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും മറന്നുപോകാതെ നമ്മുടെ ജീവിതത്തിൽ തുടർന്നും നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുള്ള ആ വിധത്തിലുള്ള കൃത്യവും വ്യക്തവുമായ ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകുവാനുള്ള സർവ്വ കരുത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തെ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രത്യേകമായ ഒരു സാഹചര്യത്തെ എത്രയും വേഗം സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അവസ്ഥയിലേക്ക് അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കൊണ്ടുവന്ന് സന്തോഷവും സമാധാനവും എല്ലാ അർത്ഥത്തിലും എല്ലാ ഇടങ്ങളിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم احفظ دولة الإمارات واحفظ قيادتها وأهلها والمقيمين على أرضها واحفظ برها وبحرها وسماءها واحفظ اللهم جنود وطننا البواسل وقوي عزيمتهم وسدد رميهم وانصرهم على عدوك وعدوهم وأجزل أجرهم وثوابهم. اللهم احفظ محمد بن زايد رئيس الدولة بحفظك وعنايتك واشمله برعايتك وأيده بنصرك ووفقه ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضاه. وسدد خطى والدنا حاكم الشارقة وبارك له في عمره وعمله وأهله واغفر لوالديه ونجليه وادخلهم الجنة يا أرحم الراحمين. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين وأسكنهم برحمتك فسيح جناتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين
اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. تقبل الله منا ومنكم صالح الأعمال وكل عيد وأنتم بخير.